ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന് ഷിബു തെക്കുമുറം MLA പറഞ്ഞു. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നാഗഞ്ചേരി ശാലയിൽ വിദ്യാഭ്യാസ സഹായനിധി വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സഹായവും ചെയ്യുമെന്നും UDF സർക്കാരിനെ കൊണ്ട് ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ OEC ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. ഈ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒക്കെയുള്ള നിരന്തരമായ പോരാട്ടങ്ങളും നിരന്തരമായ മുന്നേറ്റവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് പങ്കുവഹിച്ചുകൊണ്ടാണ് ചവളർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള സഹകരണം ലഭിക്കുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയട്ടെ. ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഓരോ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അങ്ങേയറ്റം ശ്ലാഘനീയമാണെന്ന് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ് ചവളർ സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നാഗഞ്ചേരി ശാഖയിൽ വിദ്യാഭ്യാസ സഹായനിധി വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷിബു തെക്കുംപുറം MLA. SSLC അവാർഡ് ദാനം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ ചടങ്ങിൽ നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി PK അനിൽ പഠനോപകരണ വിതരണവും നടത്തി. MLA ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിൽ ചടങ്ങിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. കരിയർ ഗൈഡൻസ് ക്ലാസ് ഷാരോൺ K. മീരാൻ നയിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ സഹായനിധി പ്രസിഡന്റ് MK സജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോകൻ NK, ശാഖാ പ്രസിഡന്റ് ശ്രീജേഷ് ബാലൻ, സെക്രട്ടറി MK രാജൻ, വിദ്യാഭ്യാസ സഹായനിധി സെക്രട്ടറി രഞ്ജു MS, കുടുംബയോഗം സെക്രട്ടറി അഞ്ജലി ഷാജി, മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് NK ഭാസ്കരൻ, ഷീജ ശശി, ബാലസംഘം പ്രസിഡന്റ് അതുല്യ എബി, സെക്രട്ടറി ആർദ്ര ഷിബു എന്നിവർ പങ്കെടുത്തു. ബാലസംഘം ഭാരവാഹികളായി ശ്രീനന്ദ ദിലീപ്, ശ്രീലക്ഷ്മി ശ്രീജേഷ്, അഹല്യ അഖിൽ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.